ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, യേശു എന്ന് എവിടെയാണ് ജനിച്ചത്? നിങ്ങൾ ഈ ഒരു ചോദ്യം ഒരു ക്രൈസ്തവനോട് ചോദിച്ചാൽ അവൻ പറയും സാധാരണയായി AD 1 ഡിസംബർ 25 ഈശോ ഒരു കാലിത്തൊഴുത്തിൽ ജനിച്ചു എന്ന്. എന്നാൽ വാസ്തവത്തിൽ ഇത് ശരിയാണോ? എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചാൽ അവൻ പറയും ഡിസംബർ 25 ക്രിസ്മസ് ഞങ്ങൾ ആഘോഷിക്കുക. മാത്രവുമല്ല, യേശുവിന് മുമ്പുള്ള സമയം BC, ബിഫോർ ക്രൈസ്റ്റ് എന്നാണ് പറയുക. അപ്പോൾ യേശു ജനിച്ചത് AD 1 ഡിസംബർ 25 എവിടെയാണെന്ന് ചോദിച്ചാൽ കാലിത്തൊഴുത്തിലാണ്. കാരണം ഞങ്ങൾ ക്രിസ്മസിന് പുൽത്തൊട്ടിയും അതുപോലെ തന്നെ ഉണ്ണിസെറ്റും എല്ലാം ഉണ്ടാക്കാറുണ്ട്. ഇങ്ങനെയൊക്കെ ആയിരിക്കും ഒരു സാധാരണ ക്രൈസ്തവന്റെ ഉത്തരം. എന്നാൽ വാസ്തവത്തിൽ ഇത് തെറ്റായ ഒരു കാര്യമാണ്. AD 1 ഡിസംബർ 25 കാലിത്തൊഴുത്തിൽ ഈശോ ജനിച്ചതായിട്ട് ഒരു സ്ഥലത്തും പറയുന്നില്ല എന്ന കാര്യം നമ്മൾ ഓർക്കണം. പിന്നെ എന്താണ് വാസ്തവം? പ്രിയമുള്ളവരെ, ഈ ADയും BCയും എല്ലാം വേർതിരിക്കുന്നത് AD 525 525 ADയില് അന്ന് കാലത്തെ ഒരു സന്യാസിയായിരുന്ന ഡയനീഷ്യസ് എന്ന വ്യക്തിയാണ് ഈ ചരിത്രത്തെ യേശുവിന് മുൻപും യേശുവിന് ശേഷവും എന്ന രീതിയിൽ ADയും BCയുമായി തരംതിരിക്കുക. എന്നാൽ ഇദ്ദേഹത്തിന്റെ അക്കാലത്തെ സമയമനുസരിച്ച് കണക്ക് കൂട്ടിയപ്പോൾ ചെറിയ തെറ്റുകൾ സംഭവിച്ചതിന്റെ ഫലമായിട്ടാണ് നമ്മൾ ചിന്തിക്കുന്നത് ഇന്നത്തെ രീതിയിൽ AD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശു ജനിച്ചു, അതിനുശേഷം BC എന്ന് പറഞ്ഞാൽ ബിഫോർ ക്രൈസ്റ്റ് അല്ലെങ്കിൽ യേശുവിന്റെ ജനനത്തിന് മുൻപ് എന്നത്. എന്നാൽ വാസ്തവത്തില് വചനപ്രകാരം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുകയാണ് യേശു എന്ന്, എവിടെ, എപ്പോൾ ജനിച്ചു എന്ന്. ഈശോയുടെ ജനനത്തെ കുറിച്ച് പറയുമ്പോൾ ബൈബിള് പറയുന്ന ഒരു കാര്യമാണ് അഗസ്റ്റ് സീസറിന്റെ ഭരണകാലത്ത് ആണ് ഈശോ ജനിക്കുക എന്നുള്ളത്. അഗസ്റ്റ് സീസറിന്റെ ഭരണകാലം BC 27 മുതൽ AD 14 വരെയുള്ള കാലഘട്ടമായിരുന്നു. അപ്പോൾ BC 27നും AD 14നും ഇടയിലുള്ള കാലഘട്ടത്തിലാണ് യേശു ജനിച്ചതെന്ന് അതിൽ തന്നെ വ്യക്തമായി. വീണ്ടും വചനം പറയുന്നു യേശുവിന്റെ സമയത്ത് ഹെറോദേസ് ആയിരുന്നു യൂദയായിലെ ഭരണാധികാരി. അക്കാലത്ത് ഹെറോദേസ് കുഞ്ഞുങ്ങളെല്ലാം വധിക്കാനുള്ള ശ്രമം നടത്തി എന്നെല്ലാം വചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഹെറോദേസിന്റെ ഭരണകാലം BC 4 വരെയായിരുന്നു. BC 4 മാർച്ച് മാസത്തിലാണ് ഹെറോദേസ് രാജാവ് മരിക്കുക എന്ന് ചരിത്ര പുസ്തകങ്ങളിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ യേശു ജനിച്ച കാലഘട്ടം എന്ന് പറയുന്നത് BC 4 മുൻപാണ്. ഇതാണ് യേശുവിന്റെ ജനനത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷെ ഇതോടൊപ്പം തന്നെ നമ്മൾ ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യമാണ് യേശുവിന്റെ പരസ്യ ജീവിതത്തെ കുറിച്ച് വചനം എന്താണ് പറയുക. യേശുവിന്റെ പരസ്യ ജീവിതത്തെ കുറിച്ച് ലൂക്കായുടെ സുവിശേഷം 3-ാം അധ്യായം തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ്. തിബേരിയോസ് സീസറിന്റെ 15ാം വർഷമാണ് ഈശോ സുവിശേഷ പ്രഘോഷണം ആരംഭിച്ചത്. അതായത് തിബേരിയസ് സീസർ അധികാരം ഏറ്റെടുക്കുക അഗസ്റ്റ് സീസർ AD 14 മരിക്കുമ്പോഴാണ്. അപ്പോൾ AD 14 മരിച്ചിട്ട് തിബേരിയസ് സീസറിന്റെ 15ാം വർഷം എന്ന് പറയുന്നത് AD 29. അപ്പോൾ AD 29 യേശു പരസ്യ ജീവിതം ആരംഭിക്കുക. വീണ്ടും വചനം പറയുന്നു പരസ്യ ജീവിതം ആരംഭിക്കുമ്പോൾ അവൻ ഏകദേശം 30 വയസ്സ് പ്രായമായിരുന്നു. അതായത് കൃത്യമായി 30 വയസ്സ് പ്രായമായി എന്നല്ല, കൃത്യമായി 30 വയസ്സാണെങ്കിൽ BC 1 യേശു ജനിക്കേണ്ടത്. പക്ഷെ ഏകദേശം 30 വയസ്സ് പ്രായമായി എന്നാണ്. ഏകദേശം ഹൊസൈ ട്രേക്കോണ എന്നാണ് അവിടെ ഉപയോഗിച്ചിരിക്കുക. ഏകദേശം 30 വയസ്സ്, അതായത് ഒരു 30-35 ഇടയിലുള്ള ഒരു പ്രായം. ഇനി നമ്മൾ ഈ ഒരു പ്രായം നോക്കുകയാണെങ്കിൽ BC 8 ശേഷമാണെങ്കിൽ അവിടെ പറയേണ്ടത് ഏകദേശം 40 വയസ്സ് പ്രായമായി എന്നാണ്. അപ്പോൾ യേശുവിന്റെ ജനനം BC 8 മുൻപാണ്. ഹെറോദസ് ശിശുക്കളെയെല്ലാം 2 വയസ്സും അതിൽ താഴെയുമുള്ള കുഞ്ഞുങ്ങളെയെല്ലാം കൊല ചെയ്യാനുള്ള കൽപ്പന പുറപ്പെടുവിച്ചത് BC 5 അതിനു മുൻപോ ആണ്. അപ്പോൾ ആ സമയത്ത് യേശുവിന് ഏകദേശം 2 വയസ്സോ അതിൽ താഴെയോ പ്രായമായിരിക്കണം. അപ്പോൾ BC 5 BC 8 ഇടയിലുള്ള ഒരു സമയത്താണ് യേശുവിന്റെ ജനനം എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ POC ബൈബിളില് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിന്റെ അവസാന ഭാഗങ്ങളിൽ ഒരു ചരിത്രത്തിലൂടെ ഉള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവിടെ പറഞ്ഞിരിക്കുമ്പോൾ BC 6, 7 എന്നിട്ടിട്ട് ഒരു ചോദ്യചിഹ്നം ഇട്ടിട്ടുണ്ട്. അതായത് BC 6 7 ഏതെങ്കിലും ഒരു സമയത്തായിരിക്കാം യേശു ജനിച്ചത് എന്നാണ് ഇതിൽ നിന്നും ഈ ചരിത്ര രേഖകളിൽ നിന്നും നമുക്ക് വചനത്തിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് യേശു എവിടെയാണ് ജനിച്ചത് എന്നാണ്.
വളരെ വ്യക്തമായിട്ട് എല്ലാവരും പറയും ബത്ലഹമിലെ കാലിത്തൊഴുത്തിലാണ് യേശു ജനിച്ചതെന്ന്. കാരണം വചനം പറയുന്നു, ഈശോയെ പ്രസവിച്ച ശേഷം മാതാവ് പുൽത്തൊട്ടിയിൽ കിടത്തി. ലൂക്കായുടെ സുവിശേഷം 2:7. വീണ്ടും വചനത്തിൽ നമ്മൾ കാണുന്നു, ലൂക്കായുടെ സുവിശേഷം 2:12 മാലാഹ വൃന്ദം ആട്ടിടയന്മാരുടെ അടുത്തെത്തി പറഞ്ഞു, നിങ്ങൾ പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ശിശുവിനെ കാണുമെന്ന്. വീണ്ടും ലൂക്കായുടെ സുവിശേഷം 2:16 മൂന്നാമതായിട്ട് നമ്മൾ കാണുന്നുണ്ട്, ഇടയന്മാർ അടുത്തെത്തി അവിടെ മാതാവിനെയും പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന യേശുവിനെയും കണ്ടു എന്ന്. അങ്ങനെ 3 പ്രാവശ്യം ലൂക്കായുടെ സുവിശേഷത്തിൽ ആവർത്തിച്ചു പറയുന്നു ഈശോയെ പുൽത്തൊട്ടിയിലാണ് കിടത്തിയത് എന്ന്. മാത്രവുമല്ല, ലൂക്ക സുവിശേഷം എഴുതുമ്പോൾ തന്നെ ലൂക്കായുടെ സുവിശേഷം 1:3 പറയുന്നു, തെയോഫിലോസെ, ഈ സംഭവങ്ങളെല്ലാം ഞാൻ സൂക്ഷ്മമായി പഠിച്ചതിന് ശേഷം ക്രമമായാണ് നിനക്ക് എഴുതുന്നത് എന്ന്. അതായത് സൂക്ഷ്മമായി പഠിച്ച ഒരു കാര്യമാണ് ലൂക്ക പറയുന്നത്, യേശുവിനെ പുൽത്തൊട്ടിയിലാണ് കിടത്തി എന്നത്. അപ്പോൾ പുൽത്തൊട്ടി എന്ന് പറയുന്നത് നമ്മൾ മലയാളത്തിലാണ്, അല്ലെങ്കിൽ മലയാളം ബൈബിളിലാണ് പുൽത്തൊട്ടി എന്ന് പറയുന്നത്. അതിന്റെ യഥാർത്ഥ ഗ്രീക്കില്, യഥാർത്ഥ ബൈബിളില് പറയുന്നത് ഫാറ്റിനെ എന്ന പദമാണ്. ഈ ഫാറ്റിനെ എന്ന പദത്തിന് കേവലം പുൽത്തൊട്ടി എന്ന് മാത്രമല്ല അർത്ഥം. ഇതിന് 2 അർത്ഥങ്ങളാണ്. ഒരർത്ഥം കന്നുകാലികളെ കെട്ടുന്ന സ്ഥലം എന്നാണ്. മറ്റൊരർത്ഥമാണ് പുൽത്തൊട്ടി അല്ലെങ്കിൽ കന്നുകാലികൾക്കുള്ള ഭക്ഷണം കൊടുക്കുന്ന സ്ഥലം എന്ന പേര്. അപ്പോൾ അതുകൊണ്ട് തന്നെ യേശുവിനെ എവിടെയാണ് പ്രസവിച്ചത് എന്നുള്ളതിന് ചിലർ പറയും തൊഴുത്തിലാണ് പ്രസവിച്ചത്, ചിലർ പറയും അതല്ല ഗുഹയിലാണ് പ്രസവിച്ചത് എന്നെല്ലാം. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഇതേക്കുറിച്ച് സഭാപിതാക്കന്മാര് എന്താണ് പറയുന്നത് എന്നാണ്. അതായത് ഈ ബൈബിൾ എഴുതിയ കാലഘട്ടത്തിലെ സഭാപിതാക്കന്മാർ എന്താണ് പറയുന്നത് എന്നാണ്. കാരണം ബൈബിളില് ഫാറ്റിന് എന്ന വാക്ക് മാത്രമാണ് പറഞ്ഞിരിക്കുക. AD 100 ജനിച്ച വിശുദ്ധ ജസ്റ്റിൻ പറയുന്നത് യേശുവിനെ മറിയം ബത്ലഹേമിലെ ഒരു ഗുഹയിൽ പ്രസവിച്ചു എന്നാണ്. ബത്ലഹേമിലെ ഒരു ഗുഹയിൽ. ഇതേ കാര്യം തന്നെയാണ് AD 180 ജനിച്ച സഭാപിതാവായ ഒരിജിനും പറയുന്നത്. അദ്ദേഹവും പറയുന്നു യേശുവിനെ ഗുഹയിലാണ് മറിയം പ്രസവിച്ചത് എന്ന്. വീണ്ടും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സഭാപിതാവായ വിശുദ്ധ ജെറോം പറയുന്നതും യേശു ഗുഹയിലാണ് ജനിച്ചത് എന്നാണ്. ആ ഒരു പാരമ്പര്യത്തിന് അടിസ്ഥാനത്തിൽ തന്നെ ആദിമ കാലഘട്ടത്തിൽ ജനങ്ങൾ വിശ്വസിച്ചു പോകുന്ന ബത്ലഹേമിലുള്ള ഗുഹയില് പിന്നീട് ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ച കോൺസ്റ്റന്റൈൻ ചക്രവർത്തി അദ്ദേഹത്തിന്റെ അമ്മയായിരുന്ന ഹെലനയുടെ ആഗ്രഹപ്രകാരം ആ സ്ഥലത്ത് വരികയും ബത്ലഹേമില് യേശു ജനിച്ചു എന്ന് പറയപ്പെടുന്ന ഗുഹയുടെ മുകളില് ഒരു ചർച്ച് സ്ഥാപിക്കുകയും ചെയ്തു. ആ പള്ളിയാണ് ജനനത്തിന്റെ ബസിലിക്ക അല്ലെങ്കിൽ നേറ്റിവിറ്റി ബസിലിക്ക എന്ന പേരിൽ അറിയപ്പെടുക. ഇന്നും വിശുദ്ധനാട് തീർത്ഥാടനം ചെയ്യുന്നവര് ബത്ലഹേമിലെ ഈ നേറ്റിവിറ്റി ബസിലിക്കയിൽ പോയി യേശു ജനിച്ചു എന്ന് പറയുന്ന ആ ഗുഹയുടെ അവിടെ പോയി പ്രാർത്ഥിക്കാറുണ്ട്. അതോടൊപ്പം തന്നെ സാധാരണ പുൽക്കൂടിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് കാളയുടെയും കഴുതയുടെയും എല്ലാ രൂപങ്ങൾ. ഇത് എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ യേശുവിന്റെ ജനന സമയത്ത് അവിടെ ഒരു കാളയും കഴുതയും ഉണ്ടായിരുന്നോ? പ്രിയമുള്ളവരെ, ഇവിടെ നമ്മൾ നോക്കേണ്ടത് യേശയ്യായുടെ പുസ്തകം 1:3 അവിടെ ഇങ്ങനെ പറയുന്നു, കാള തന്റെ ഉടമയെയും കഴുത തന്റെ യജമാനെയും അറിയുന്നു, എന്നാൽ ഇസ്രായേൽ ജനം ഗ്രഹിക്കുന്നില്ല, മനസ്സിലാക്കുന്നില്ല. അതെ, തീർച്ചയായിട്ടും യോഹന്നാൻ ഇങ്ങനെയാണ് പറയുന്നത്, വചനം മാംസമായി അവരുടെ ഇടയിലേക്ക് വന്നു, അവൻ സ്വജനത്തിന്റെ അടുത്തേക്ക് വന്നു, എന്നാൽ അവർ അവനെ സ്വീകരിച്ചില്ല. ഈ ഒരു സത്യം പറയാനായിട്ടാണ് അവിടെ കാളയുടെയും കഴുതയുടെയും രൂപങ്ങള് സാധാരണ പുൽക്കൂടില് വയ്ക്കുന്നത്. ഇനി അറിഞ്ഞിട്ടില്ലെങ്കിൽ അടുത്ത തവണ പുൽക്കൂട് നമ്മൾ ഒരുക്കുമ്പോൾ ഈ കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ഇനി യേശു എപ്പോഴാണ് ജനിച്ചത്? പകലാണോ രാത്രിയാണോ എന്നെല്ലാം ചിലർ ചോദിക്കാറുണ്ട്. ഈ കാര്യത്തെക്കുറിച്ച് വചനമൊന്നും പറയുന്നില്ലെങ്കിലും ഒരു കാര്യം വളരെ വ്യക്തമാണ് വചനത്തില്. ലൂക്കായുടെ സുവിശേഷം 2:8 ഇങ്ങനെ പറയുന്നു, രാത്രിയില് ഇടയന്മാർക്ക് സ്വർഗദൂതന്മാരുടെ ദർശനമുണ്ടായി. ആ ദർശനത്തിന് ശേഷം വചനം പറയുന്നു 2:16 അവർ അതിവേഗം ബത്ലഹേമിലേക്ക് പുറപ്പെട്ട് അവിടെ യേശുവിനെയും അവന്റെ അമ്മയായ മറിയത്തെയും എല്ലാം കണ്ടു എന്ന്. ഇപ്പോൾ യേശു രാവിലെയാണ് അല്ലെങ്കിൽ പകലാണ് ജനിച്ചത് എങ്കിൽ ഈ ഇത്രയും സമയത്തിന് ശേഷം സ്വർഗദൂതൻ രാത്രിയിൽ പ്രത്യക്ഷപ്പെട്ടു എങ്കിൽ അവർക്ക് അതിവേഗം ബത്ലഹേമിലേക്ക് ഓടേണ്ട ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ യേശു രാത്രിയിൽ ജനിച്ചു എന്നാണ് പാരമ്പര്യമായി കരുതപ്പെടുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം, BC 5-നും 7-നും ഇടയിലുള്ള ഒരു കാലഘട്ടത്തിൽ ഹെറോദേസ് രാജാവായിരിക്കുമ്പോൾ അഗസ്റ്റ് സീസറിന്റെ ഭരണകാലത്താണ് യേശു ജനിക്കുക. യേശു
കാലിത്തൊഴുത്തിലാണ് ജനിച്ചത് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ബത്ലഹമിലുള്ള ഗുഹയിലാണ് യേശു ജനിച്ചതെന്നാണ് പാരമ്പര്യ വിശ്വാസവും സഭാപിതാക്കന്മാരും പറയുന്നത്. യേശു രാത്രിയിലായിരിക്കണം ജനിച്ചത്. കാരണം ആട്ടിടയന്മാർക്ക് സ്വർഗദൂതന്മാരുടെ ദർശനമുണ്ടാകുന്നതും അവർ അതിവേഗം പുറപ്പെട്ട യേശുവിനെ കാണുന്നതുമെല്ലാം രാത്രിയിലാണ്. കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. അറിയാത്ത മറ്റുള്ളവരോടും പറയുക, ഷെയർ ചെയ്യുക. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.